ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. ഒരു നാടൻ വിഭവമാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നോക്കിയാലോ. ഫിഷ് മോളിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. ദശക്കട്ടിയുള്ള ഏത് മീനും ഉപയോഗിക്കാം. നെമ്മീൻ പോലുള്ള മീനുകളായിരിക്കും ഫിഷ് മോളിക്ക് നല്ലത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മാരിനേഷൻ ഉണ്ട്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 സ്പൂൺ വിനാഗിരി, ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചതാണ്, അത് 1 സ്പൂൺ ചേർക്കണം. 1/2 സ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കാം. പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് മീൻ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും. നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്ക് ഫിഷിങ് എടുക്കാം. അതേ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, ഏലക്കയുടെ കുരു മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, 3 പച്ചമുളക് കീറിയിട്ടതാണ് എന്നിവ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർക്കണം. ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഉപ്പ് ചേർക്കാം. ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത് 1/2 സ്പൂൺ. ഇതോടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസും ആകരുത്. ഇതൊന്ന് ചെറുതായി തിളച്ച് വരട്ടെ. ചെറുതായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോഴത്തേക്കും വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത ടൊമാറ്റോ കൂടെ വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം.
നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്നാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം തിളയ്ക്കാൻ പാടില്ല ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ. ഇനി കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഒരു നാടൻ വിഭവം കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.